അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഫസ്റ്റ് ബ്രെഡാണ്, പിന്നെ ടൊമാറ്റോ, പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി വേണം, കുറച്ച് ഉപ്പ് വേണം, പിന്നെ ഒരു കത്തി വേണം ഇതൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ലാസ്റ്റ് ആയിട്ട് ടൊമാറ്റോ കച്ചപ്പും വേണം. നമുക്ക് മയോണൈസ് യൂസ് ചെയ്യാം, ബട്ട് ഞങ്ങൾക്ക് ആർക്കും മയോണൈസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ കെച്ചപ്പ് മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളയണം. അങ്ങനെ ഒരു ഉള്ളി മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോണ്ണല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു ഉള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളീനെ ഒന്ന് നടുക്കിന്ന് കട്ട് ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ സർക്കിളിൽ തന്നെ കട്ട് ചെയ്യാൻ അറിയാം, ബട്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് വേണ്ടുള്ളൂ, അതുകൊണ്ട് കുറച്ചായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മതി, കാരണം നമ്മളിപ്പോൾ ഞാനും ജീനയും കൂടെ മാത്രമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. സോ നമുക്ക് ഇത്രയൊക്കെ മതിയാവും. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ഇത്തിരി വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ടൊമാറ്റോ 2 പീസായിട്ട് ഉള്ളി അരിഞ്ഞ പോലെ തന്നെ അരിയുവാണ്. ഗൈസ് ഞങ്ങൾക്ക് ടൊമാറ്റോ അത്രയ്ക്കൊന്നും ഇഷ്ടമൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ വെജിറ്റബിൾസിൽ ചിലതൊന്നും അങ്ങനെ ഇഷ്ടമല്ല, ബട്ട് ജീനയ്ക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഇത്രയൊക്കെ ഈ ഒരു ഫുൾ ടൊമാറ്റോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് എടുക്കുള്ളായിരുന്നു. ഗൈസ് നമ്മൾ ആവശ്യത്തിന് വേണ്ട തക്കാളിയും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ കുക്കുംബർ എടുക്കാം, ബട്ട് ഞങ്ങളിവിടെ കുക്കുംബർ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങളിതാ സവാളയും ഉള്ളിയും നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഈ അരിഞ്ഞ സാധനങ്ങളൊക്കെ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് എടുക്കാം. ഗായ്സ് നമ്മളപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മളത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ, അതായത് ഈ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് സോസ് തേക്കാം. ആദ്യം സോസ് ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. നമുക്കപ്പോൾ ഈ രണ്ടാമത്തേതിനും ഇതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഗായ്സ് നമ്മൾ 2 എണ്ണത്തിൽ നല്ലപോലെ സോസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലെ ഓർഡറിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിൽ കൂടി ഇടാം. ജസ്റ്റ് ആ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോസ് ഒഴിക്കാം. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറച്ച് സോസ് ഇങ്ങനെ മുകളിൽ തേച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. പൊളി സാധനം. എങ്ങനെയുണ്ട്? പൊളിയുണ്ടാ? ഹലോ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.